നമ്മുടെ സമൂഹത്തിൽ ഏറെ ആൾക്കാർ കഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഈ രോഗം മനുഷ്യൻ്റെ മനസ്സിൽ, പ്രവർത്തന മേഖലയിൽ, അത് വ്യക്തിബന്ധങ്ങളിൽ, കുടുംബജീവിതത്തിലൊക്കെ ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് സാധാരണ ക്ലിനിക്കിൽ ആൾക്കാർ എത്താറുള്ളത്. ഇതിൻ്റെ കാരണങ്ങളും ശാരീരിക മാനസികമായിട്ടുള്ള അതിന് വേണ്ട ചികിത്സകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമഗ്രമായ രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നത്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് RA നമ്മുടെ സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അപകടങ്ങൾ, രോഗങ്ങൾ ഇവ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ക്രമരഹിതമായി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നതാണല്ലോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ എന്ന് പറയുന്നത്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസിൽ പ്രധാനമായിട്ടും വരുന്ന ലക്ഷണം ശരീരത്തിൻ്റെ ജോയിൻസിനുണ്ടാകുന്ന ബലഹീനത, അവിടെ വേദന ഉണ്ടാവുക, പലപ്പോഴും അവിടെ നല്ല സ്വെല്ലിംഗ് ഉണ്ടാവുക, ക്രമേണ കൊണ്ട് മറ്റ് ലക്ഷണങ്ങൾ, വിശപ്പില്ലായ്മ പോലെയുള്ള പല ലക്ഷണങ്ങളും വരാറുമുണ്ട്. അസ്ഥിയുമായി ബന്ധപ്പെട്ട രോഗമായതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ആ വ്യവസ്ഥ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ അസ്ഥികളുണ്ട്, പേശിയുണ്ട്, കാർട്ടിലേജ് ഉണ്ട്, ലിഗമെൻറ്റ്സ് ഉണ്ട്, സിനോവിയമുണ്ട്. ഇത്രയും ഈ ജോയിൻസിൽ ബാധിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ആർത്രൈറ്റിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പ്രകടമാകുന്നത്. ജോയിൻസിൻ്റെ ക്യാപ്സ്യൂളിൽ ടിഷ്യൂവിൻ്റെ ഒരു പാളിയുണ്ട്. ആ പാളിയിലാണ് ഈ സിനോവിയം സൃഷ്ടിക്കപ്പെടുന്നത്. അതാണ് ഈ ജോയിൻറ്റിന് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത്. ഓരോ ചികിത്സാ രീതിയും ഓരോ രീതിയിലാണ് ആർത്രൈറ്റിസിനെ കാണുന്നത്. എങ്കിലും പ്രാണി ഹീലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബേസിക് ചക്ര ഈ അസുഖത്തെ ശരിയായി ചികിത്സിക്കേണ്ട ഒരു ചക്രയായിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അസ്ഥിവ്യവസ്ഥ, പേശി, ബോൺമാരോ, അതുപോലെ ഈ പറഞ്ഞ ജോയിൻസ്, ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് മൂലാധാര ചക്ര അല്ലെങ്കിൽ ബേസിക് ചക്ര, റൂട്ട് ചക്ര എന്ന് പറയുന്ന നട്ടലിന് അടിയിലെ ചക്രയാണ്. പ്രാണി ഹീലിങ്ങിൽ അതിന് ഏറെ പ്രാധാന്യം കൊടുത്താണ് ചികിത്സിക്കുന്നത്. ഇനി റുമാറ്റോയിഡ് ആർത്രൈറ്റിസിൽ എന്താ സംഭവിക്കുന്നത്? RA പോസിറ്റീവായിട്ടുള്ള ഒരാളുടെ ജോയിൻസിലെ സിനോവിയത്തിലേക്ക് നമ്മുടെ ശരീരം ആൻറ്റിബോഡീസിനെ സൃഷ്ടിച്ചയക്കുകയാണ്. ഇതവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ഈ ഇൻഫ്ലമേഷനാണ് പെയിൻ ഉണ്ടാക്കുന്നതും സ്റ്റിഫ്നെസ് ഉണ്ടാക്കുന്നതും പിന്നെ നമുക്ക് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഇത് ക്രമേണ കൊണ്ട് കാർട്ടിലേജിനെയും കൂടെ ബാധിക്കും. അപ്പോഴത്തേന് പെയിൻ കൂടും, സ്വെല്ലിംഗ് കൂടും, സ്റ്റിഫ്നെസ് കുറേ കൂടെ കൂടും. മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അത് അസ്ഥികളെ ബാധിക്കാൻ തുടങ്ങും. അസ്ഥികൾക്ക് തന്നെ സ്വെല്ലിംഗ് വരാൻ തുടങ്ങും. ഒപ്പം നേരത്തെ പറഞ്ഞ പെയിൻ ആണെങ്കിലും സ്വെല്ലിംഗ് ആണെങ്കിലും സ്റ്റിഫ്നെസ് ആണെങ്കിലും ഏറെ കൂടി വരും. അങ്ങനെ രോഗം കുറേ കൂടെ മൂർച്ഛിക്കുന്നതായിട്ടാണ് കാണുന്നത്. നാലാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് കണ്ടീഷൻ വളരെ വേഴ്സ് ആവുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് തീരെ ചലനശേഷി കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ പേഷ്യൻ്റ് എത്തിച്ചേരുന്നു. RA പോസിറ്റീവായ ഒരാളിൽ ഇങ്ങനെ ആ ജോയിനെ മാത്രം ബാധിക്കുന്നത് വിചാരിക്കരുത്. ക്രമേണ കൊണ്ട് അയാളുടെ സ്കിന്നിനെയും ഒപ്പം അയാളുടെ ഹാർട്ട്, കിഡ്നി, ലിവർ, സ്പ്ലീൻ, ബ്ലഡ് വെസൽസ്, നെർവുകൾ, ഇതിനെല്ലാം ഈ അസുഖം ക്രമേണ കൊണ്ട് ബാധിക്കുകയാണ്. അതുകൊണ്ട് ചികിത്സ ത്വരിതപ്പെടുത്തേണ്ടതും വളരെ ശ്രദ്ധയോടുകൂടി ഏറെ നാൾ ഇതിൻ്റെ ചികിത്സ ഏത് സിസ്റ്റമാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അത്യാവശ്യമാണ്. ഇവിടെയൊക്കെ ഒരുപക്ഷെ പല ചികിത്സാരീതികളെ ചേർത്ത് കൊണ്ടുപോകേണ്ടതായി വന്നേക്കാം. ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളോടൊപ്പം തന്നെ ഒരുപക്ഷെ ബാഹ്യമായിട്ട് ലേപനങ്ങൾ ഉപയോഗിക്കുന്നത് ഗുണകരമായേക്കാം. അതൊക്കെ നല്ല വിദഗ്ധരുടെ സഹായത്തോടു കൂടി തന്നെ ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മൾ പ്രാണി ഹീലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സമഗ്ര ചികിത്സ എന്ന നിലയിൽ ഇതിന് റൂട്ട് കോസ്
നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും സോളാർ പ്ലക്സസ് എന്ന് പറയുന്ന ചക്ര, നേവൽ ചക്ര, സ്പ്ലീൻ ചക്ര, ഈ 3 ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അസുഖം ഉണ്ടായി വരുന്നത്. നമ്മുടെ സോളാർ പ്ലക്സസ് ചക്ര, നേവൽ ചക്ര, സ്പ്ലീൻ ചക്ര ഇതൊരു ട്രയാങ്കിളായിട്ട് ഒരു ത്രികോണ രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതായത് രോഗം വരുന്ന സമയത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കുറഞ്ഞു വരും. സോളാർ പ്ലക്സസ് ചക്രയാണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് കളക്ട് ചെയ്യാനും അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതിനുള്ള പ്രധാന ചക്ര. രണ്ടാമത്തെ ചക്ര നേവലാണ്. നേവൽ ചക്രയിലെ അഗ്നിയാണ് അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പുറന്തള്ളിക്കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാണിക് ഹീലിങ്ങിനകത്ത് ഈ 2 ചക്രകളുടെയും പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പ്ലീൻ നമ്മുടെ പ്രാണചക്രയാണ്. അന്തരീക്ഷത്തിലെ വായുവിൽ നിന്നും പ്രാണനെ അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് ദഹിപ്പിച്ച് എല്ലായിടത്തും എത്തിക്കാൻ സാധിക്കുന്ന ചക്ര നമ്മുടെ സ്പ്ലീൻ ചക്രയാണ്. അതുകൊണ്ട് തന്നെ ഇത് 3ഉം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തി, പ്രത്യേകിച്ച് ജോയിൻസിലെത്തി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ട് പ്രാണിക് ഹീലിങ്ങിൽ കാണുന്നത്. ഇനി ഇതിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന ചികിത്സാരീതികളെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് അലോപ്പതിയിലാണെങ്കിൽ നോൺ സ്റ്റീറോയിഡായിട്ടുള്ള മരുന്നുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രയോജനപ്പെടുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ കോർട്ടിക്കോ സ്റ്റീറോയിഡ്, അത് നമ്മൾ സ്റ്റീറോയിഡ് എന്ന് വിളിക്കുന്ന മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ച് സൈഡ് എഫക്റ്റൊക്കെ അതിനുണ്ട്. പക്ഷേ മറ്റ് മാർഗ്ഗങ്ങളില്ല. ആൾ കടന്നു പോവുകയാണ്, തീരെ ചലിക്കുന്നില്ല, രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥിതി വരുമ്പോഴത്തേക്ക് അത്തരം മരുന്നുകളെയാണ് കൂടുതലും ആൾക്കാർ ആശ്രയിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതുകൂടാതെ ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റൊമാറ്റിക് ഡ്രഗ്സ്, അത്തരം വിഭാഗത്തിൽ പെടുന്ന കുറേ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതും ഏറെ ഫലപ്രദമാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ച് ലക്ഷണങ്ങളെ ലഘൂകരിച്ച് പേഷ്യൻറ്റിനെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. മറ്റൊന്ന് ബയോലോജിക്സ്. അത് നമ്മുടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന മോളിക്യൂൾസിനെ കൈകാര്യം ചെയ്യുന്ന വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇതും ഏറെക്കുറെ ഫലവത്താണ്, ഏറെ ഉപയോഗിക്കുന്നതുമാണ്. ഏറ്റവും അവസാനമായിട്ടാണ് സർജറി. ഒരു നിർവാഹമില്ലാതെ വരുമ്പോഴത്തേക്ക് സർജറിയിലേക്ക് എത്തിപ്പെടുകയാണ് പതിവ്. ഇവിടെ പ്രാണിക് ഹീലിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനും പെയിനും റെഡ്യൂസ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും പറ്റുന്ന കളർ പ്രാണാസ് ഉണ്ട്. അത് ആ സ്ഥലത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ സർക്കുലേഷൻ കൂട്ടുന്നതും ഒപ്പം ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതും പെയിൻ ഇല്ലാതാക്കുന്നതും അങ്ങനെ ഒപ്പം രോഗം തുടർന്ന് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള മറ്റ് കളർ പ്രാണാസും അവിടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഹീലിംഗ് നടക്കുന്നത്. അഡ്വാൻസ് പ്രാണിക് ഹീലിംഗ് ടെക്നിക്ക് വെച്ചിട്ട് അവിടെ റീജനറേറ്റിംഗ് സെൽസ് എന്ന് പറയുന്ന ടെക്നിക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രാണിക് ഹീലിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. മറ്റ് പല ടെക്നിക്കുകളും പ്രാണിക് ഹീലിങ്ങിലുമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പം നാളെയോ മറ്റന്നാളോ സർജറി വെച്ചിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ പ്രാണിക് ഹീലിംഗ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാക്കാം എന്ന്, അല്ലെങ്കിൽ അതിനൊരു 4 സ്റ്റേജാണ്, ഒരു ദിവസം കൊണ്ടല്ലേ കുറച്ച് നാൾ കൊണ്ട് ഇത് കംപ്ലീറ്റ് ക്യൂർ ആകുമെന്ന് പ്രാണിക് ഹീലിംഗ് അവകാശപ്പെടുന്നില്ല. അതിനതിൻ്റെതായ സമയം കൊടുക്കുകയും അതേസമയം അതിൻ്റെ ക്യൂറബിളായിട്ടുള്ള പീരീഡിലാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഏത് സ്റ്റേജിലാണെങ്കിലും മറ്റ് ചികിത്സയോടൊപ്പം പ്രാണിക് ഹീലിംഗ് നമുക്ക് ചേർത്ത് കൊണ്ടുപോകാനും സാധിക്കും. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏത് ചികിത്സയോടും ഒപ്പം നല്ല റെസ്റ്റ് ആവശ്യമാണ്. കാരണം കഠിനമായ അധ്വാനം വന്നു കഴിഞ്ഞാൽ ഈ പേശികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയിൻസിന് എല്ലാം ബുദ്ധിമുട്ടുണ്ടാവും. അത് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും പെയിൻ ഉണ്ടാക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് റെസ്റ്റ് കൊടുക്കേണ്ടതാണ്. അതിന് ബോൽബലമായിട്ട് ഉള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകുന്ന എക്സർസൈസും ആവശ്യമാണ്. എക്സർസൈസ് എന്ന് കേൾക്കുന്ന ഉടനെ കഠിനമായ ചില വ്യായാമങ്ങളായി പോകരുത്. അവിടെ മൂവ്മെൻറ്റ് കിട്ടുന്ന, സർക്കുലേഷൻ ശരിയായി കിട്ടുന്ന കുറേ എക്സർസൈസുകളായിരിക്കും ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ എക്സ്പേർട്സുമായിട്ട് ചേർന്ന് ചെറിയ യോഗകളോ അല്ലെങ്കിൽ അതുപോലെ അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സർസൈസുകളായിരിക്കും അവർക്ക് സ്ഥിരമായി ചെയ്യേണ്ടത്. പ്രാണിക് ഹീലിംഗ് സിസ്റ്റത്തിൽ ഈ രോഗങ്ങളെ എടുത്തു മാറ്റുക എന്നുള്ളതല്ല, അതൊരു സിസ്റ്റം എന്ന നിലയിൽ അതിനകത്ത് എക്സർസൈസ് ഉണ്ട്, പേഷ്യൻസിന് ചെയ്യേണ്ട ബ്രീത്തിങ് എക്സർസൈസുകളുണ്ട്, മെഡിറ്റേഷനുണ്ട്, റിലാക്സേഷൻ തെറാപ്പി ഉണ്ട്, സെൽഫ് ഹീലിങ്ങിനുള്ള ടെക്നിക്കുകളുണ്ട്. ഇനി ആ വീട്ടിലൊരാൾ പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ പേഷ്യൻറ്റിനെ സഹായിക്കാം, ഹീൽ ചെയ്ത് സഹായിക്കാം.
അങ്ങനെയൊക്കെ ഒരു സാധ്യത കൂടെ പ്രാണി ഹീലിങ്ങിലുണ്ട്. ഇതിലെല്ലാം അപ്പുറമായി പ്രാണി ഹീലിംഗ് തത്വം അനുസരിച്ച് അയാൾ പതുക്കെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടൊരാളായി മാറും. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന നിലയിൽ പ്രാണി ഹീലിംഗ് ഒരാൾ പോസിറ്റീവ് ആകുന്നതോടുകൂടി കംപ്ലീറ്റ് ക്യൂർ ആവാനുള്ള സാധ്യത തെളിയുകയാണ്. ഇനി ആയുർവേദം എങ്ങനെയാണ് അല്ലെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കാണുന്നതെന്ന് നോക്കാം. അവിടെ ആമവാദം എന്നാണ് വിളിക്കുന്നത്. ആമ എന്നാൽ നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസത്തിൻ്റെയും ദഹനത്തിൻ്റെയും ഒക്കെ തകരാറ് കൊണ്ട് വന്നു പോകുന്ന ഒരു ബൈ പ്രോഡക്റ്റായുള്ള ടോക്സിൻ്റെ ശേഖരണം കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നതാണ് പറയുന്നത്. അത് നമ്മുടെ ബ്ലഡ് വഴി ഓരോ ജോയിൻസിലും എത്തിപ്പെട്ട് അത് നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ അസുഖത്തിന് കാരണമായിട്ട് പറയുന്നത്. ആയുർവേദത്തിൽ 3 പ്രധാന കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ ത്രിദോഷങ്ങൾ പറയുമല്ലോ, അതിലെ ദോഷ കാരണമാണ് ആദ്യത്തേതായിട്ടുള്ളത്. അത് വാത കഫദോഷമാണ്. വാദം പിത്തം കഫം ഇങ്ങനെയാണല്ലോ, അതിലെ വാത കഫ ദോഷങ്ങളാണ് ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിന് കാരണമാകുന്നത്. ഇതിൽ വാത എന്ന് പറയുന്നത് എയർ ഈതർ കമ്പോണൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിലെ മൂവ്മെൻറ്റ്സ് പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്നത്. രണ്ടാമത്തെ കഫം എന്ന് പറയുന്നത് എർത്ത് ആൻഡ് വാട്ടർ, ഈ 2 എലമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരാളുടെ ലൂബ്രിക്കേഷനും അതുപോലെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുന്നു എന്നാണ് ആ സിദ്ധാന്തത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഫത്തിൻ്റെ ബാലൻസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് ഇംബാലൻസിലാവുമ്പോഴത്തേക്കാണ് ഇതിലൂടെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിലേക്ക് വഴിതിരിയുന്നത്. ഈ ആമ അല്ലെങ്കിൽ ഈ ടോക്സിക് ബൈ പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണമായിട്ട് ആയുർവേദം പറയുന്നത് ഭക്ഷണമാണ് പ്രധാനമായിട്ടും, പിന്നെ ലൈഫ് സ്റ്റൈലുമാണ്. ഉദാഹരണം, നമ്മൾ എന്ത് കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എത്രത്തോളം കഴിക്കുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും എല്ലാ ആഹാരവും വിധിച്ചിട്ടുള്ളതല്ല. അത് അവരവരുടെ ഡൈജഷനൊക്കെ ആയിട്ട് നോക്കി കഴിക്കേണ്ടതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈലാണ്. ഒരു ക്രമരഹിതമായ ജീവിതശൈലിയുള്ളവർക്ക് എന്ത് അസുഖം വരാം. ഈ പ്രകൃതമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് ഭവിക്കുന്നത് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരിക്കും. രണ്ടാമതായിട്ട് ആയുർവേദത്തിൽ പറയുന്നത് മന്ദാഗ്നിയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെല്ലാം ദഹിപ്പിക്കുന്നത് അഗ്നിയാണ്. നമുക്ക് ദഹനം എന്നൊരു വാക്ക് സാധാരണ പ്രയോഗിക്കാറുണ്ടല്ലോ. ഭക്ഷണമാണെങ്കിലും അത് ദഹിക്കണം, ഒപ്പം ടോക്സിൻസും ദഹിക്കണം. പക്ഷെ നമ്മൾ ടോക്സിൻസ് ദഹിക്കുന്നതിനെക്കുറിച്ച് അധികം ആരും ശ്രദ്ധിക്കാറില്ല. ഭക്ഷണം ദഹിക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഭക്ഷണം വയറ്റിൽ നിന്ന് ദഹിച്ചു മാറുന്നത് മാത്രമല്ല, അത് ശരിയായി ദഹിച്ച് ശരീരത്തിലെ സെൽസ് അബ്സോർബ് ചെയ്യുന്ന പ്രക്രിയ ഉൾപ്പെടെയാണ് നമ്മൾ ദഹനം എന്ന വാക്കുകൊണ്ട്, ദഹന വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയൊക്കെ പാളിച്ചകൾ വരുമ്പോഴത്തേക്ക് അവിടെയെല്ലാം വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റെല്ലാം എവിടെയെങ്കിലും അടിഞ്ഞുകൂടുകയാണ്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട ടോക്സിൻസും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ വിഷപദാർത്ഥങ്ങൾ പുറന്തള്ളാൻ പറ്റാതെ ജോയിൻസിൽ അടിയുകയാണ്. ഇതാണ് രണ്ടാമതായിട്ടുള്ള കാരണമായി ആയുർവേദത്തിൽ പറയുന്നത്. ആദ്യം പറഞ്ഞതുപോലെയുള്ള ഒരു പതോജനസിസാണ്. അതായത് ഈ ആമയും അതേപോലെ തന്നെ ഈ വാദവും കൂടെ ചേർന്ന് വരുന്ന ഒരു അവസ്ഥയാണ്. അതായത് ആമയും ദോഷവും കൂടെ ചേർന്ന് വരുന്ന അവസ്ഥയാണ്. ദോഷ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വാത കഫ ദോഷമാണ്. അങ്ങനെ നിലനിൽക്കുന്ന ഒരു ആളുടെ ശരീരത്തിലെ ആ ജോയിൻറ്റിലേക്ക് ഈ വിഷപദാർത്ഥങ്ങൾ കൂടെ വന്ന് അടിയുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ പതോജനസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനുസരിച്ചുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ആയുർവേദത്തിൽ ദീർഘനാളത്തെ ഒരു ചികിത്സാ പദ്ധതി തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകൾ വാത കഫത്തെ നോർമലൈസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അഗ്നി ബാലൻസ് ചെയ്യുക. ഇനി സ്കിന്നിലൊക്കെ ഇൻഫ്ലമേഷനൊക്കെ ഉള്ളതിനെ പരിഹരിക്കാൻ വേണ്ടി പഞ്ചകർമ്മ പോലെയുള്ള ചികിത്സാവിധികൾ, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയും ആ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കുകയും ഭക്ഷണ ക്രമീകരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആയുർവേദത്തിൻ്റെ ഹോളിസ്റ്റിക് എന്ന അവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുകയാണ്. നമ്മൾ ഹോമിയോയിലേക്ക് നോക്കുകയാണെങ്കിലും ഇങ്ങനെയാണ്. ആ ഇൻഫ്ലമേഷൻ മാറ്റാനും പെയിൻ മാറ്റാനും അവർക്ക് മരുന്നുകളുണ്ട്. ഒപ്പം
അതിൻ്റെ മയാസം നോക്കിയിട്ട് അതിൻ്റെ ഏത് അവസ്ഥയിലാണ്, അതിൻ്റെ സോറിക്കായിട്ടുള്ള അവസ്ഥയിലാണോ സൈക്കോട്ടിക് ആണോ ഇങ്ങനെയൊക്കെ നോക്കി ആ അവസ്ഥ കൂടെ നോക്കിയിട്ടാണ് അതിന് മരുന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടറുടെ സഹായം ഈ ഹോമിയോയിലും ആവശ്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. പ്രാണി ഹീലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമഗ്രമായ ഒരു അഴിച്ചുപണി ആവശ്യമാണ്. എല്ലാ ചക്രകളും ഇതിന് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നെർവസ് സിസ്റ്റം ആകുമ്പോഴത്തേക്ക് ഫോർഹെഡ് ചക്ര, നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ബേസിക് ചക്ര, ആജ്ഞാചക്ര, ജീവിതത്തിൽ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കിട്ടുന്നതെല്ലാം കഴിക്കണമെന്ന് തോന്നുന്നതും അസമയത്ത് കഴിക്കണമെന്ന് തോന്നുന്നതും ഇതെല്ലാം ആജ്ഞാചക്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാ ഫ്ലൂയിഡും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗ്ലാനുലർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്ലാനുലർ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ആജ്ഞാചക്രയാണ്. ആജ്ഞാചക്ര ഇംബാലൻസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ സലൈവറി ഗ്ലാൻസിനെ അത് ബാധിക്കുന്നു, ത്രോട്ടിനെ ബാധിക്കുമ്പോഴത്തേക്ക് മനഃശാസ്ത്രപരമായി നമ്മൾ പറയുമ്പോഴത്തേക്ക് തോട്ട്സും ഇമോഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രോപ്പർ അല്ലാതെ വരുന്നു. സോളാർ പ്ലെക്സസ് ലോവർ ഇമോഷൻസിൻ്റെ കേന്ദ്രമാണ്, അത് അധികരിച്ച് കൺട്രോൾ ഇല്ലാതെ പോകുന്നു. സ്നേഹകാരുണ്യങ്ങളുടെ ചക്രയാണ് ഹൃദയം, അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോഴത്തേക്ക് അത് ഇടുങ്ങിപ്പോകുന്നു, കരുണ കാണിക്കുന്നില്ല, ക്ഷമയില്ല, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, ജീവിതത്തെ ക്രമീകരിച്ച് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. നേവൽ ചക്രയാണ് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടത്. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ തരത്തിലുള്ള അഗ്നികൾ, പലതരം അഗ്നികളെക്കുറിച്ച് യോഗശാസ്ത്രം പറയുന്നുണ്ട്. ആ അഗ്നികളെല്ലാം ജ്വലിപ്പിച്ച് ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. കണ്ണുകളെ ബാധിക്കുന്നുണ്ട് ഈ അസുഖം. കണ്ണിന് ശോഭയുള്ളതാകണമെങ്കിൽ നേവൽ ചക്രയിൽ നിന്ന് എനർജി കണ്ണിലെത്തേണ്ടതുണ്ട്. ഇതെങ്ങനെയൊക്കെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് ഇത് കൂടുതൽ പ്രാണി ഹീലിംഗ് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. മൂലാധാര ചക്ര അല്ലെ ബേസിക് ചക്രയിൽ നിന്നാണ് എല്ലാ കോശങ്ങളിലേക്കും എനർജി പോകുന്നത്, അതിനെല്ലാം സജീവമാക്കി നിലനിർത്തുന്നത്. റീജനറേഷൻ ഓഫ് സെൽസ്, ജോയിൻസിൻ്റെ ബലം, ഇതെല്ലാം ബേസിക് ചക്രയാണ്. എന്തിനേറെ ഈ അസ്ഥി വ്യവസ്ഥയ്ക്ക് അകത്തുള്ള, അതായത് ഓരോ അസ്ഥിക്കകത്തുമുള്ള മജ്ജ അത് നിയന്ത്രിക്കുന്ന പോലും മൂലാധാര ചക്രയാണ്. അപ്പോൾ മൂലാധാര ചക്ര ഇൻറ്റൻഷനലായിട്ട് ഒരു ഹീലർ എനർജൈസ് ചെയ്യുമ്പോഴത്തേക്ക് അസ്ഥിക്കകത്തേക്ക്, മജ്ജയ്ക്കകത്തേക്ക് എനർജി ചെന്നിട്ട് ഇമ്മ്യൂണിറ്റി കൂടാൻ ഉള്ള സാധ്യതയാണ് തെളിയുന്നത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം ചേർത്തും അസുഖങ്ങൾ അനുസരിച്ചുള്ള വിവിധങ്ങളായ ഫ്രീക്വൻസിയിലുള്ള കളർ പ്രാണകൾ പ്രൊജക്റ്റ് ചെയ്തുമാണ് പ്രാണിക് ഹീലിങ്ങിൽ ഇതിനെ ചികിത്സിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച്, അതിൻ്റെ തുടക്കവും എന്ന് 2 സ്റ്റേജൊക്കെ ആണെങ്കിൽ പ്രാണിക് ഹീലിംഗ് കൊണ്ട് മാത്രമായും, എന്നാൽ അടുത്തൊരു സ്റ്റേജിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയോട് കൂടെ ചേർത്തുകൊണ്ടും പ്രാണിക് ഹീലിംഗ് നടത്തി ഒരു സമഗ്ര ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും രോഗിയെ നമുക്ക് സുഖപ്പെടുത്തി രക്ഷിക്കാൻ സാധിക്കും. ഇതേപോലുള്ള വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.